ശാരദാമ്മ ഇപ്പൊ കൂടുതലും വിഷ്ണുവിന്റെ വീട്ടിൽ തന്നെയാണ് അല്ലേ? അതെ, വിഷ്ണു പോയതിനു ശേഷം വല്ലാത്തൊരു അവസ്ഥയില്ല അവിടെയുള്ളവര്. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ? പെട്ടെന്നൊരാളെ കാണാതാവുക, എവിടെയാണെന്ന് ഒരു വിവരവും കിട്ടാതിരിക്കുക, സഹിക്കാവുന്നതിലപ്പുറമാണ് അത് ഓരോരുത്തർക്കും. ശരി, കുറുപ്പ് സാർ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. സ്വീറ്റ്സാ? സാർ എടുക്ക. എടുക്ക്, നീ എടുക്ക്. അല്ല, ഇതിപ്പോ എന്തിനാ മധുരം? ആദ്യം നീ എടുക്ക്, എന്നിട്ട് പറയാം. അല്ല, ലഡു തന്നു, പക്ഷെ ഇതിന്റെ കാരണം പറഞ്ഞില്ലല്ലോ. സാധാരണ സന്തോഷകരമായ ഒരു സാഹചര്യം ജീവിതത്തിൽ നടക്കുമ്പോഴാ പൊതുവെ ആളുകൾ മധുരപലഹാരം വിതരണം ചെയ്യുന്നത്. കുറുപ്പ് സാറ് പറഞ്ഞത് കറക്റ്റാ. എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്ന കാര്യമാ ഇപ്പൊ നടന്നിരിക്കുന്നത്. എനിക്ക് ഒരു ജോലി കിട്ടി. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. രോഹിത്തെ, എവിടെയാ? എന്താ ജോലി? എന്തായാലും ശുഭസൂചകമായിട്ടുള്ള ഒരു വാർത്തയാണ്. നഷ്ടപ്പെടുകയല്ലല്ലോ ഉണ്ടായത്, ഒരു പുതിയ കാര്യം വന്ന് ചേരുകയല്ലേ. അതിപ്പോ എന്തായാലും അംഗീകരിക്കാൻ വേണ്ടത്. ഒരു സൂപ്പർ മാർക്കറ്റിലെ മാനേജറായിട്ടാ. ചിലപ്പോ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ചു ദിവസം മാറി നിൽക്കേണ്ട ആവശ്യം വരും. എന്നാലും അതിലെല്ലാം ശമ്പളവും ടീയും അലവൻസും എല്ലാം ഉണ്ട്. ഈശ്വര, എന്റെ കുറുപ്പ് സാറേ, രോഹിത്തിന് ജോലിയില്ലെന്നുള്ള ശ്യാമയുടെ സങ്കടം ഇതോടെ അങ്ങ് മാറിയല്ലോ. എനിക്കത് മതി. ജോലിയും ശമ്പളവും ഒക്കെ ആവുമ്പോ മനസ്സും ശരീരവും ഒക്കെ സന്തോഷിക്കും. അതനുസരിച്ച് അവനവന്റെ ജീവിത നിലവാരവും മെച്ചപ്പെടും. അതിലൂടെ ആ കുടുംബവും രക്ഷപ്പെടും. എന്നാ ഞാൻ ഈ വിവരം അമ്മയൊന്ന് വിളിച്ചറിയിക്കട്ടെ. ഇപ്പൊ വിളിച്ചു പറഞ്ഞാ അവിടെയുള്ള എല്ലാവർക്കും കൃത്യമായിട്ടത് കിട്ടും. ഇതെന്തായാലും എല്ലാരും ഒന്ന് അറിയട്ടെ. രോഹിത്തെ, ആ ഫോണിങ് തന്നെ. ആ, രോഹിത്തെ. രോഹിത് അല്ലമ്മേ, ശ്യാമയാ. രോഹിത്തിന് ജോലി ഇല്ലാത്തതിനല്ലേ എല്ലാവർക്കും സങ്കടം. അരങ്ങിയെടുത്ത് വീട്ടുകാരുമായിട്ടുള്ള കല്യാണം വെച്ച് നിശ്ചയിച്ചു. അതിന് ഏട്ടൻ ഞങ്ങളെ രക്ഷിക്കണം. ഇതാ ഞാൻ പറഞ്ഞ പ്രകാശ്. ഞങ്ങളെ സഹായിക്കണം ഏട്ടാ. വേറെ ആരുമില്ല ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ. ചന്ദ്രൻ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല ഏട്ടാ. ഞാൻ പ്രകാശിനെ കൂടി ജീവിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുക. എടി, നീ എന്ത് ധൈര്യത്തിലും എങ്ങനെയൊക്കെ? അച്ഛന്റെ കയ്യിൽ നിങ്ങളെ കിട്ടിയ രണ്ടിനെ കൊന്നുകളയും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എനിക്ക് പ്രകാശിനൊപ്പം അല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കണ്ട. എന്റെ മരണമാണ് ഏട്ട കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ എവിടെ ഇറക്കി വിട്ടോ. ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. അച്ഛന്റെ കൈകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് മരിക്കെങ്കിലും ചെയ്യാലോ. പ്രകാശേ, വലിയ എടുത്തിയാട്ടോ നിങ്ങളീ കാണിച്ചിരിക്കുന്നത്. ഈ സിറ്റി മുഴുവൻ ഇപ്പൊ നിങ്ങളെ തിരക്കി അച്ഛന്റെ ആൾക്കാർ നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. ശിവേട്ടാ, എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. എന്റെ അയോഗ്യത എന്ന് പറയുന്നതും അത് തന്നെയാ. പക്ഷേ ചന്ദ്രയെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരൊറ്റ ബലത്തിലാ ഞാൻ ചന്ദ്രയും കൂട്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സ്നേഹത്തിന് മുമ്പ് എന്ത് വലിപ്പിച്ചെറുപ്പം, എന്ത് അയോഗ്യത. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് അടുത്ത വഴി എന്താണെന്ന് വെച്ചാ നോക്ക്. അതിനുവേണ്ടിയാ ശിവേടനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നത് തന്നെ. അമ്മയാ. ഹലോ മോനെ ശിവ, എടാ, നമ്മുടെ ചന്ദ്രയെ കാണാനില്ല. അവൾ ആ ഡോക്ടർ പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയെന്നാ ഇവരൊക്കെ പറയുന്നേ. അവള് നമ്മളോട് അങ്ങനെ ചെയ്യോടാ?
ഒന്നുമല്ലെങ്കിലും ഞാൻ വളർത്തിയതല്ലേ അവളെ. എന്നോട് അവളെ ചതി കാണിക്കോടാ. എടാ മോനെ, നീ ഇവിടം വരെ ഒന്ന് വരണം മോനെ. നീ എന്താടാ ഒന്ന് പറയത്തെ? വരില്ലടാ മോനെ, അമ്മയ്ക്ക് ഒരു സമാധാനമില്ലടാ. ഞാൻ വരാമേ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. എവിടെ ഉണ്ടെങ്കിലും ഞാൻ അമ്മയുടെ മുമ്പിൽ കണ്ടുപിടിച്ച് കൊണ്ടുവരാം. കേട്ടല്ലോ, അമ്മ കരയുക. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഏട്ടാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ കൈവിടരുത്. ഞങ്ങൾക്ക് വേറെ ആരും